ഹലോ ഫ്രണ്ട്സ്, തണുത്തത് എന്തെങ്കിലും കഴിക്കാൻ തോന്നലേ? അപ്പം ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരു റീൽസിൽ കണ്ട റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ 2 പൊടിക്കൈകളൊക്കെ ഞാനും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് കറുത്ത് കോരി മാറ്റി വെക്കണുണ്ട്. 2 ക്യാരറ്റ് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കസ്റ്റർഡ് പൗഡർ 2 സ്പൂണ് കുറച്ച് പാലിൽ അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കസ്റ്റർഡ് മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വാനില എസൻസോ എന്ത് എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. എന്നിട്ട് കുറുകി ഇതേപോലെ ആകുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ നമ്മളെ ക്യാരറ്റിലേക്ക് ഇതങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതേ ചൂടിൽ തന്നെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനിയൊരു പണിയും കൂടി ഉണ്ട്. ഒരു ബൗളിലേക്ക് ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ അതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വട്ടത്തിൽ അങ്ങ് അയച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ കിട്ടും. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, ഒന്നും പറയാനില്ല. ആ ക്യാരറ്റൊക്കെ കടിക്കുമ്പോൾ സൂപ്പറാണ്. ഒരു ഐസ്ക്രീം തിന്ന പോലെ ഫീലിംഗ് ഉണ്ട്. തണുത്തത് കഴിക്കാൻ തോന്നിയാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. അപ്പം അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.